ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. 2025 നടക്കാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതിൻ്റെ ആദ്യഘട്ട പരീക്ഷ 24-ാം തീയതിയാണ് ഈ മാസം. അതേപോലെ സെക്രട്ടേറിയറ്റ് OA 21-ാം തീയതി പരീക്ഷ. ഈ രണ്ട് പരീക്ഷകളും അതേപോലെ തന്നെ തുടർന്നുള്ള പരീക്ഷകൾ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സ് ഒരു വലിയ പ്രശ്നമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ 2025 വർഷവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് കൂടുതൽ വിശദീകരണം നമ്മൾ പ്രതീക്ഷിക്കേണ്ട, പരമാവധി ഫാക്റ്റുകൾ നമുക്കൊന്ന് വായിച്ചു പോകേണ്ടതുണ്ട്. അത്തരം ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് ആദ്യമായി നിങ്ങളോട് പറഞ്ഞു തരേണ്ടത് നമ്മുടെ RBI പുറത്തിറക്കിയ ഡിജിറ്റൽ കറൻസിയുടെ പേരെന്താണ്? RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഡിജിറ്റൽ കറൻസിയുടെ പേര് എന്താണ്? ഉത്തരം ഡിജിറ്റൽ റുപ്പി അല്ലെങ്കിൽ റുപ്പി എന്നാണ്. ഞാൻ ആവർത്തിച്ചത് പറയും, നിങ്ങൾ ഈ ക്ലാസ് കേട്ട് പഠിക്കണം. അതുകൊണ്ട് തന്നെ ഓരോ സ്ലൈഡിലും 3 ഫാക്ട് വീതമാണുള്ളത്. ഞാനിത് ആവർത്തിച്ച് പറയും, നിങ്ങൾ കേട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഡിജിറ്റൽ കറൻസിയുടെ പേരാണ് ഡിജിറ്റൽ റുപ്പി അല്ലെങ്കിൽ റുപ്പി. ശ്രദ്ധിച്ച് കേൾക്കണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഡിജിറ്റൽ കറൻസിയുടെ പേരാണ് ഡിജിറ്റൽ റുപ്പി അല്ലെങ്കിൽ റുപ്പി. ഇനി തുടർച്ചയായി 8 തവണ, എത്ര തവണ? 8 തവണ. അതൊരു ചോദ്യമാണ്. തുടർച്ചയായി 8 തവണ യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ച വനിതാ ധനമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. ശ്രദ്ധിച്ച് കേൾക്കണം. തുടർച്ചയായി 8 തവണ യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ച വനിതാ ധനമന്ത്രിയുടെ പേരാണ് നിർമ്മല സീതാരാമൻ. ഇനി ബ്ലൂംബെർഗിന്റെ ലോകത്തിലെ 20 അതിസമ്പന്നരുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാർ. 1 മുകേഷ് അംബാനി 16-ാം സ്ഥാനത്ത്, ഗൗതം അദാനി 20-ാം സ്ഥാനത്ത്, 1-ാം സ്ഥാനത്ത് മസ്ക് തന്നെയാണ് കേട്ടോ. അപ്പോ ഇലോൺ മസ്ക് ആണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ബ്ലൂംബെർഗിന്റെ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ 20 അതിസമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് 2 പേരുണ്ട്. 1 മുകേഷ് അംബാനിയും 2 അദാനിയും. അദാനി 20-ാം സ്ഥാനത്തും എന്നാൽ അംബാനി 16-ാം സ്ഥാനത്തുമാണ്. 1-ാം സ്ഥാനത്ത് ഇലോൺ മസ്ക് ആണ് എന്നതും ഓർത്തു വെക്കണം. അപ്പോൾ RBI പുറത്തിറക്കുന്ന ഡിജിറ്റൽ കറൻസിയുടെ പേരെന്താണ്? ഡിജിറ്റൽ റുപ്പിയാണ്, റുപ്പി എന്നാണ്. തുടർച്ചയായി 8 തവണ യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ച വനിതാ പ്രധാനമന്ത്രി ഏതാണ്? നിർമ്മല സീതാരാമനാണ്. ബ്ലൂംബെർഗിന്റെ ലോകത്തിലെ 20 അതിസമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും 2 ഇന്ത്യക്കാരാണ്, മുകേഷ് അംബാനിയും അദാനിയും. അംബാനി 16-ാം സ്ഥാനം, അദാനി 20-ാം സ്ഥാനം, 1-ാം സ്ഥാനത്ത് ഇലോൺ മസ്ക് ആണ് എന്നതും ഓർത്തു വെക്കണം. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. നമ്മൾ UPI എന്ന് കേട്ടിട്ടില്ലേ? ഇന്ത്യയുടെ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ആണല്ലോ UPI എന്ന് പറയുന്നത്. ഈ UPIയുടെ സേവനങ്ങൾ സ്വീകരിക്കുന്ന രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളും സ്വീകരിച്ചിട്ടുണ്ടോ UPI സേവനം? ഇല്ല. ഭൂട്ടാൻ, ഫ്രാൻസ്, മൗറീഷ്യസ്, നേപ്പാൾ, സിംഗപ്പൂർ, ശ്രീലങ്ക, UAE, മാലദ്വീപ്. ഇത്രയും രാജ്യങ്ങളാണ് ഇന്ത്യയുടെ UPI സേവനങ്ങൾ സ്വീകരിക്കുന്ന രാജ്യങ്ങൾ. ഇന്ത്യയുടെ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്ന സേവനം സ്വീകരിക്കുന്ന രാജ്യങ്ങളാണ് ഭൂട്ടാൻ, ഫ്രാൻസ്, മൗറീഷ്യസ്, നേപ്പാള്, സിംഗപ്പൂര്, ശ്രീലങ്ക, UAE, മാലദ്വീപ്. സെറ്റാണേ, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടേ. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമാണ് UPI. UPI എന്ന് പറയുന്ന ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തിയ ചരിത്ര സ്മാരകം ഏതാണ്? പാരീസിലാണ്. ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ അവിടെ ഒരു ചരിത്ര സ്മാരകമുണ്ട്. അതാണ് ഐഫൽ ടവർ. നമുക്ക് എല്ലാവരും ഐഫൽ ടവറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ UPI സംവിധാനം ഏർപ്പെടുത്തിയ ചരിത്ര സ്മാരകം ഏതാന്ന് ചോദിച്ചാൽ ഐഫൽ ടവർ ആണ് എന്ന് ഉത്തരം പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇനി കയറ്റുമതിയിൽ കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഗുജറാത്ത്. 2ാമത് ഏതാണ്? മഹാരാഷ്ട്ര. അപ്പോ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. 2ാം സ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം മഹാരാഷ്ട്ര. ഓക്കെ. ഓൺലൈൻ ഗെയിമുകൾക്ക് GST ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം.
ഓൺലൈൻ പിള്ളേർ ഓൺലൈൻ ഗെയിം കളിക്കാറില്ലേ? ആ ഓൺലൈൻ ഗെയിമുകൾക്ക് GST ഉണ്ട്. എത്ര ശതമാനമാണ്? 28%. അപ്പോൾ ഓൺലൈൻ ഗെയിമുകൾക്കുള്ള GST നിരക്ക് പഠിക്കണം. 28% GST നിരക്കാണ്. ഓക്കെ ആണോ? ഇനി UAE-യുടെ സ്വന്തം ഡിജിറ്റൽ കാർഡ് പേയ്മെന്റ് സംവിധാനം, UAE-യുടെ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമാണ് UPI എന്ന് നമ്മൾ പറഞ്ഞില്ലേ? അതേപോലെ UAE എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിന്റെ പേരാണ് ജയ്വാൻ. ഓക്കെ, അതുപോലെ ഇൻസ്റ്റന്റ് പേയ്മെന്റ് സംവിധാനമുണ്ട്, അതിന്റെ പേരാണ് ആനൈ എന്നാണ് ആ ഒരു പേയ്മെന്റ് സംവിധാനത്തിന്റെ പേര്, ആനൈ. ഓക്കെ, ഇനി GDP കണക്കാക്കുമ്പോൾ, ഓക്കെ, GDP ഭയങ്കരമാണ് എക്കണോമിക്സിനകത്ത് എപ്പോഴും അല്ലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സാധനമാണ്. GDP കണക്കാക്കുമ്പോൾ 2025 ഏറ്റവും ശക്തരായ രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യത്തെ 3 സ്ഥാനത്ത് ഏതെല്ലാം രാജ്യങ്ങളാണ്? GDP കണക്കാക്കുമ്പോൾ 2015 ട്രേഡിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് GDP നമ്മൾ കണക്കാക്കുന്ന സമയത്ത് 2025 ഏറ്റവും ശക്തരായ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അതിൽ ഒന്നാമത് അമേരിക്ക, രണ്ടാമത് ചൈന, മൂന്നാമത് റഷ്യ, ഇന്ത്യയുടെ സ്ഥാനം 12ാം സ്ഥാനത്താണ് ഇന്ത്യ. അപ്പോൾ GDP കണക്കാക്കുമ്പോൾ 2025 ഏറ്റവും ശക്തരായ രാജ്യങ്ങളിൽ ആദ്യം അമേരിക്കയാണ്, രണ്ടാമത് ചൈനയാണ്, മൂന്നാമത് റഷ്യയാണ്, 12ാം സ്ഥാനത്ത് നമ്മുടെ മഹാരാജ്യമുണ്ട് ഇന്ത്യ. ഓക്കെ, അപ്പോ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ഓൺലൈൻ ഗെയിമുകൾക്ക് എത്ര ശതമാനമാണ് GST? പറ. 28%. ക്ലിയർ ആണ്? ഓക്കെ, ഏറ്റവും കൂടുതൽ യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ച വനിതാ ധനകാര്യമന്ത്രി ഇന്ത്യൻ അതാരാണ്? നിർമ്മല സീതാരാമൻ. ഓക്കെ, ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ള ജില്ല ഏതാണ്? ഇന്ത്യയിൽ, അത് നല്ലൊരു ചോദ്യമാണ് അല്ലെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ള ജില്ലയാണ് തെലുങ്കാന എന്ന സംസ്ഥാനത്ത് രംഗറെഡ്ഡി എന്ന് പറയുന്ന ഒരു ജില്ലയാണ്. രംഗറെഡ്ഡി എത്രയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ള ജില്ല തെലുങ്കാനയിലാണ്. രംഗറെഡ്ഡി എന്ന് പറയുന്ന ഒരു ജില്ലയാണ് തെലുങ്കാന സംസ്ഥാനത്ത് രംഗറെഡ്ഡി എന്ന് പറയുന്ന ജില്ല. ഇനി പ്രതിശീർഷ വരുമാനം കൂടിയ കേരളത്തിലെ ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, എറണാകുളം. അപ്പോ പ്രതിശീർഷ വരുമാനം കൂടിയ കേരളത്തിലെ ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ എറണാകുളം. പ്രതിശീർഷ വരുമാനം കൂടിയ ഇന്ത്യയിലെ ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം തെലുങ്കാനയിലെ രംഗറെഡ്ഡി എന്നാണ് ഉത്തരം പറയണം. ഇനി കേരളത്തിലെ വലിയ വീടായിക്കോട്ടെ ചെറിയ വീടായിക്കോട്ടെ ആഡംബര നികുതിയുടെ പുതുക്കിയ നിരക്കിന്റെ പേര്, ചെറിയ വീട്ടിനും വലിയ വീടിനും ഒക്കെ ആഡംബര നികുതി അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗവൺമെന്റ്. അതിന്റെ പേരാണ് അധിക നികുതി. അതായത് 3000 ചതുരശ്ര അടിക്ക് മുകളിലുള്ള കെട്ടിടങ്ങൾക്കാണ് ഈ നികുതി ഈടാക്കുന്നത്. 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള, ചതുരശ്ര അടിക്ക് മുകളിലുള്ള കെട്ടിടങ്ങൾക്ക് അധിക നികുതി, ആഡംബര നികുതി ഇനമാണ് കേട്ടോ, ആഡംബര നികുതി ഇനം. അപ്പൊ പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ ജില്ലയാണ് രംഗറെഡ്ഡി, തെലുങ്കാനയിലാണ്. കേരളത്തിലെ ജില്ല ചോദിച്ചാൽ അത് എറണാകുളമാണ് എന്ന് നമുക്ക് ഉത്തരമുണ്ട്. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90ാമത്തെ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഒരു നാണയം പുറത്തിറക്കി. എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയതെന്ന് ചോദിച്ചാൽ പറയണം, 90 രൂപയുടെ നാണയം. അതെന്താണ് അങ്ങും ഇങ്ങും തൊടാതെ ഒരു 90? അപ്പോ ശ്രദ്ധിക്കണം, 100 രൂപയുടേതല്ലേ, അല്ലെങ്കിൽ 200 രൂപ അങ്ങനെയൊക്കെയല്ലേ വരേണ്ടത്, 90 രൂപ എന്താല്ലേ. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90ാമത്തെ വാർഷികത്തോടനുബന്ധിച്ചാണ്. അവിടെ ഒരു 90 കിടപ്പുണ്ടടാ, അതുകൊണ്ടാണ് അവിടെ 90 വന്നത് അല്ലെ. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് അവരൊരു കേന്ദ്ര സർക്കാർ ഒരു നാണയം പുറത്തിറക്കി. അത് എത്ര രൂപയുടെ നാണയമാണ്? 90 രൂപയുടെ നാണയമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രോഗ്രാമബിൾ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി പൈലറ്റ് CBDC എന്ന് പറയുക. ഇത് ആദ്യമായി നടപ്പിലാക്കുന്ന ബാങ്കാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. ഇൻഡസ്ഇൻഡ് ബാങ്ക്. ഓക്കെ, RBIയുടെ പ്രോഗ്രാമബിൾ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി പൈലറ്റ്. അപ്പോ നോക്കൂ, പ്രോഗ്രാമബിൾ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി പൈലറ്റ് നടപ്പിലാക്കുന്ന ബാങ്കാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. സാമ്പത്തിക കാര്യങ്ങളിൽ ജനങ്ങളുടെ പരാതികൾ രേഖപ്പെടുത്താനും മറ്റ് വിവരങ്ങൾ ആരായാനുമുള്ള RBIയുടെ പോർട്ടലിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ പറയണം, സാഷെറ്റ്. സാഷെറ്റ് എന്നാണെങ്കിലും T അങ്ങ് സൈലന്റ് ആക്കി സാഷെ എന്ന് പറയണം.
സാമ്പത്തിക കാര്യങ്ങളിൽ ജനങ്ങളുടെ പരാതികൾ രേഖപ്പെടുത്താനും മറ്റു വിവരങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കാനുമുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോർട്ടലിന്റെ പേരാണ് സാഷെ. അപ്പോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു നാണയം പുറത്തിറക്കുന്നുണ്ട്. ആ നാണയത്തിന്റെ എത്ര രൂപയുടെ നാണയമാണ്? 90 രൂപയുടെ നാണയമാണ്. എന്നാൽ RBIയുടെ CBDC ആദ്യമായി നടപ്പിലാക്കുന്ന ബാങ്ക് ഏതാണ്? ഇൻഡസിൻഡ് ബാങ്ക് ആണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ജനങ്ങളുടെ പരാതികൾ രേഖപ്പെടുത്താനും അവരോട് കാര്യങ്ങൾ ആരായാനുമുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോർട്ടലിന്റെ പേരാണ് സാഷെ. സാഷെ സാഷെ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഫോബ്സ് മാസിക വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2024 ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരു റീജിയണൽ റൂറൽ ബാങ്ക്, ഒരെണ്ണം, അതിന്റെ പേരാണ് കേരള ഗ്രാമീൺ ബാങ്ക്. അപ്പോ ഫോബ്സ് മാസിക 2024 ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ, ഫോബ്സ് മാസിക ഒരു റീജിയണൽ റൂറൽ ബാങ്കിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പേരാണ് കേരള ഗ്രാമീൺ ബാങ്ക്. നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ GDP വളർച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യം തന്നെയാണ് GDPയുമായി ബന്ധപ്പെട്ടത്. കാരണം എപ്പോഴും പരീക്ഷകൾ നടക്കുമ്പോൾ നമ്മൾ കറണ്ട് അഫയർ സെഷനിലോട്ടോ എക്കണോമിക് സെഷനിലോട്ടോ നോക്കിയാൽ അവിടെ GDPയുടെ ഒരു ചോദ്യം ഉണ്ടാകാം. അതുകൊണ്ട് നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ GDP വളർച്ച 6.5%. ഇന്ത്യയിൽ ഇപ്പോഴത്തെ റിപ്പോ നിരക്ക് അതും പഠിക്കണം, അതെത്രയാണ്? 6%. റിവേഴ്സ് റിപ്പോ എത്രയാണെന്ന് ചോദിച്ചാൽ പറയണം, 3.35%. ഇത് മൂന്നും നിലവിലെ കാര്യമാണ്, പഠിക്കണം. നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ GDP വളർച്ച 6.5%. ഇന്ത്യയിൽ ഇപ്പോഴത്തെ റിപ്പോ നിരക്ക് 6%, റിവേഴ്സ് റിപ്പോ നിരക്ക് 3.35%. ക്ലിയർ ആണ്? ഓക്കെ ആണ്. അടുത്ത് പറയേണ്ടത് 2025-26 സാമ്പത്തിക വർഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലക്ഷ്യമിടുന്ന സാമ്പത്തിക വളർച്ചാ നിരക്ക്. നമ്മൾ പഞ്ചവത്സര പദ്ധതി കാലത്തും ഇങ്ങനെ വളർച്ച നമ്മൾ ഇത്രയും ലക്ഷ്യമിടും, എയിം ചെയ്യും, എന്നിട്ട് നമ്മൾ കുറേയൊക്കെ അച്ചീവ് ചെയ്യും. കുറേയൊക്കെ പല കാരണങ്ങൾ കൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ കഴിയാതെ പോകാറുണ്ട്. അപ്പൊ 2025-26 സാമ്പത്തിക വർഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലക്ഷ്യമിടുന്ന സാമ്പത്തിക വളർച്ചാ നിരക്ക് 6.5%. ഓൺലൈൻ അപേക്ഷകൾ എളുപ്പത്തിൽ സമർപ്പിക്കുന്നതിനും വേഗത്തിലാക്കാനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് RBI പ്രവാഹ്. പോർട്ടൽ എന്നാണ്, പോർട്ടൽ. ഓൺലൈൻ അപേക്ഷകൾ എളുപ്പത്തിൽ സമർപ്പിക്കാനും അത് വേഗത്തിലാക്കുന്നതിന് വേണ്ടിയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച പോർട്ടലാണ് RBI പ്രവാഹ്. RBI പ്രവാഹ് മറന്നു പോകരുതേ. അപ്പോ ശ്രദ്ധിക്കേണ്ടത് 2025-26 സാമ്പത്തിക വർഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലക്ഷ്യമിടുന്ന സാമ്പത്തിക വളർച്ചാ നിരക്ക് 6.5%. എന്നാൽ ഓൺലൈൻ അപേക്ഷകൾ എളുപ്പത്തിൽ സമർപ്പിക്കുന്നതിനും വേഗത്തിലാക്കാനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് RBI പ്രവാഹ്. ഇനി സർക്കാർ പുറത്തിറക്കുന്ന കടപ്പത്രങ്ങളും മറ്റും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായുള്ള RBIയുടെ നിയന്ത്രണത്തിലുള്ള മൊബൈൽ ആപ്പിന്റെ പേരാണ് റീറ്റെയിൽ ഡയറക്റ്റ്. എന്താണ് പറഞ്ഞാണ് സർക്കാർ പുറത്തിറക്കുന്ന കടപ്പത്രങ്ങൾ അതേപോലെ മറ്റും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള RBIയുടെ നിയന്ത്രണത്തിലുള്ള മൊബൈൽ ആപ്പിന്റെ പേരാണ് റീറ്റെയിൽ ഡയറക്റ്റ്. അപ്പൊ റീറ്റെയിൽ ഡയറക്റ്റ് എന്താണ്? നമ്മുടെ സർക്കാർ പുറത്തിറക്കുന്ന പത്രങ്ങളില്ലേ, 100 രൂപ, 500 രൂപ, 1000 രൂപയുടെ ഒക്കെ പത്രങ്ങളുണ്ട്. ഇത് വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി RBIയുടെ നിയന്ത്രണത്തിലുള്ള ഒരു മൊബൈൽ ആപ്പിന്റെ പേരാണ് റീറ്റെയിൽ ഡയറക്റ്റ് എന്ന്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് മാസഗോൺ ഡോക്ക് ലിമിറ്റഡിന്റെ 250-ാം വാർഷികത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന നാണയം 250 രൂപ നാണയം. എത്ര രൂപയാണ്? 250 രൂപ നാണയം. മാസഗോൺ ഡോക്ക് ലിമിറ്റഡിന്റെ 250-ാം വാർഷികത്തിനോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന നാണയം 250 രൂപയുടെ നാണയമാണ്. അങ്ങനെയാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ചോ 90-ാം വാർഷികത്തോടനുബന്ധിച്ചോ 90 രൂപയുടെ നാണയമാണ് അല്ലേ? ആണ്. ലക്ഷദ്വീപിലെ ആദ്യത്തെ പ്രൈവറ്റ് ബാങ്ക് ഏതാണ്? ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ്? HDFC ആണ്. അതെവിടെയാണ്? കവരത്തിയിലാണ്. ലക്ഷദ്വീപില്
കവരത്തിയിലാണ് ഇങ്ങനെ ഒരു പ്രൈവറ്റ് ബാങ്ക് വന്നത്. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക്, ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ഏതാന്ന് ചോദിച്ചാൽ അത് HDFC ആണ്. വിർച്വൽ ക്രെഡിറ്റ് കാർഡ്, പിക്സൽ എന്നാണ് പറയുക കേട്ടോ. ഇത് പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കും ഏത് തന്നെയാണ്? HDFC ആണ്. വിർച്വൽ ക്രെഡിറ്റ് കാർഡ് അതിന്റെ പേര് പിക്സൽ എന്നാണ്. ഇത് പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കാണ് HDFC എന്ന് പറയുന്ന ബാങ്ക്. ഇനി നമുക്ക് അടുത്ത് പറയേണ്ടത് സൂര്യനിൽ നിന്നും ഊർജം, സൗരോർജത്തിൽ നിന്ന്. അങ്ങനെ സൗരോർജ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം ചൈന. സൗരോർജ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം ചൈന. 2023-24 അമേരിക്കയെ പിന്തള്ളി ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയത് ചൈനയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി നിലവിൽ അമേരിക്ക ആയിരുന്നു. അമേരിക്കയെ മറികടന്നുകൊണ്ട് ഇപ്പോൾ അവിടെ വ്യാപാരം, ലോകത്തിന്റെ മുഴുവൻ വ്യാപാരവും ചൈന കൈക്കലാക്കും എന്നാണ് നിലവിൽ അറിയപ്പെടുന്നത്. കാരണം ചൈന ഏത് തരത്തിലും എന്ത് കാര്യത്തിലും അവർ മുതിരും. സൗരോർജ ഉൽപാദനത്തിൽ സൂര്യനിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ചൈനയാണ്. 2023-24 അമേരിക്കയെ പിന്തള്ളി ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ആയതും ആരാണ്? ചൈനയാണ്. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സാമ്പത്തികമായി ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു രാജ്യമാണ് സിംബാബ്വെ എന്ന് പറയുന്ന രാജ്യം. ഈ സിംബാബ്വേയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും അവരൊരു പുതിയ കറൻസി ഇറക്കി. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പുതിയ കറൻസി പുറത്തിറക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ സിംബാബ്വെ. ഓക്കെ, അതിന്റെ പേരാണ് സിംബാബ്വെ ഗോൾഡ് എന്നാണ് കേട്ടോ. അപ്പം സിംബാബ്വെയാണ് സാമ്പത്തിക പ്രതിസന്ധിക്കിടെ പുതിയ കറൻസി പുറത്തിറക്കിയ രാജ്യം എന്ന് ഓർത്തു വെക്കണം. സൗരോർജ്ജ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ചൈനയാണ്. അമേരിക്കയെ പിന്തള്ളിക്കൊണ്ട് നമ്മുടെ ഏറ്റവും വ്യാപാര പങ്കാളിയായി, ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയതും ആരാണ്? ചൈനയാണ്. ഇനി ഡിജിറ്റൽ പേയ്മെന്റുകൾക്കായി ഇന്ത്യയുടെ UPI സംവിധാനം സ്വീകരിച്ച ആദ്യത്തെ ദക്ഷിണ അമേരിക്കൻ രാജ്യം ഏതാണ്? പെറു എന്ന് പറയുന്ന രാജ്യമാണ്. നമ്മൾ നേരത്തെ മാലദ്വീപ്, സിംഗപ്പൂര്, ഫ്രാൻസ്, UAE ഇതെല്ലാം UPI സംവിധാനം, ഇന്ത്യയുടെ UPI സംവിധാനം സ്വീകരിച്ച രാജ്യങ്ങളായി പറഞ്ഞു. എന്നാൽ ഡിജിറ്റൽ പേയ്മെന്റ്, ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI സംവിധാനം സ്വീകരിച്ച ആദ്യത്തെ ദക്ഷിണ അമേരിക്കൻ രാജ്യമാണ് പെറു എന്ന് പറയുന്ന രാജ്യം. 2024 ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള, ഏറ്റവും മോസ്റ്റ് വാല്യൂഡ് ബ്രാൻഡ് ഏതാന്ന് ചോദിച്ചാൽ അത് ടാറ്റ. അപ്പോ 2024 ഇന്ത്യയുടെ ഏറ്റവും മൂല്യമുള്ള ബഹുരാഷ്ട്ര ബ്രാൻഡിന്റെ പേരാണ് ടാറ്റ. 2024 ലോകത്തെ ഏറ്റവും മൂല്യമേറിയ കമ്പനി, 2024 ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കമ്പനി ഏതാണ്? എൻവിഡിയ. അപ്പോ 2024 ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കമ്പനി എൻവിഡിയ. 2024 ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള ബഹുരാഷ്ട്ര ബ്രാൻഡ് ടാറ്റയാണ്. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം UPI, ഈ സംവിധാനം സ്വീകരിക്കുന്ന ആദ്യത്തെ ദക്ഷിണ അമേരിക്കൻ രാജ്യം ഏതാണ്? അത് പെറു എന്ന് പറയുന്ന രാജ്യമാണ്. ശ്രദ്ധിച്ച് കേൾക്കാം നമുക്ക്. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം 2023-24 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 8.2%. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം 2023-24 സാമ്പത്തിക വർഷത്തില് ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 8.2%. ഓർത്തു വെക്കണം. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ കയറ്റുമതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം, നമ്മൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്ത, അപ്പോൾ 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്തതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ശീതീകരിച്ച, നല്ല തണുപ്പിച്ച് കൊണ്ടുപോയ ചെമ്മീനാണ്. ശീതീകരിച്ച ചെമ്മീനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കയറ്റുമതി ഇനമെന്ന് ഓർത്തു വയ്ക്കാമല്ലോ അല്ലേ? ഇത് ഈ 8.2 ഈ ചെമ്മീൻ്റെ കാര്യം മറക്കത്തില്ലല്ലോ. അടുത്ത പോയിന്റ്, 55ാമത് GST കൗൺസിൽ യോഗം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലാണ്. 2024 ഡിസംബറിലാണ് ഇങ്ങനൊരു യോഗം നടന്നത്. അവിടെ ജയ്സാൽമീർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് GSTയുടെ യോഗം നടന്നത്. 55ാമത്തെ GST യോഗമാണ് നടന്നത്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. ഇനി പറയാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്ക് മേധാവിയായി
തുടർച്ചയായ 2ാം പ്രാവശ്യവും തിരഞ്ഞെടുക്കപ്പെട്ട ആളുടെ പേരാണ് ശക്തികാന്ത ദാസ്. അപ്പോ ശ്രദ്ധിക്കണം, ലോകത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്ക് മേധാവി ലീഡർ ആയി തുടർച്ചയായി 2ാം വർഷവും തിരഞ്ഞെടുക്കപ്പെട്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണർ ആയിരുന്ന ശക്തികാന്ത ദാസിനെയാണ്. മില്ലറ്റ്, ഇപ്പൊ എല്ലാവരും പറയാറുണ്ട് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കരുത്, അതുകൊണ്ട് മില്ലറ്റ് കഴിക്കുന്ന ഒരു രീതി, മില്ലറ്റ് കൃഷി ഉണ്ടല്ലോ നമുക്കല്ലേ ഇന്ത്യക്ക് നല്ല രീതിയിൽ. മില്ലറ്റിന്റെ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം ഇന്ത്യ. മില്ലറ്റ് എന്ന് പറഞ്ഞ ഇനമാണല്ലേ, ഭക്ഷ്യ പദാർത്ഥമാണ് മില്ലറ്റിന്റെ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണെന്ന് പറയണം. അപ്പൊ ലോകത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്ക് മേധാവിയായി 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ശക്തികാന്ത ദാസിനെയാണ്. മില്ലറ്റ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ മില്ലറ്റ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാൻ. അപ്പോ ഇന്ത്യയിൽ മില്ലറ്റ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. മില്ലറ്റ് ഉൽപാദനത്തിൽ ലോകത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ ഇന്ത്യയാണ്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യം ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാല് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. എന്നാൽ 2ാം സ്ഥാനം അമേരിക്ക, 3ാം സ്ഥാനം പാകിസ്ഥാൻ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ്. 2ാം സ്ഥാനം അമേരിക്കയാണ്, 3ാം സ്ഥാനം പാകിസ്ഥാനാണ്. ഇനി ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. ഇന്ത്യക്ക് 2ാം സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന 2ാമത്തെ രാജ്യം അമേരിക്കയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന 3ാമത്തെ രാജ്യം നിലവിൽ പാകിസ്ഥാനാണ്. എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന 2ാമത്തെ രാജ്യം ഇന്ത്യയാണ്. ഇനി 21 വർഷത്തിനിടയിൽ ഫോർച്യൂൺ ഗ്ലോബൽ 500 ലിസ്റ്റിൽ എത്തിയ ഇന്ത്യൻ കമ്പനിയാണ് റിലയൻസ്. അപ്പോ 21 വർഷത്തിനിടയിൽ ഫോർച്യൂൺ ഗ്ലോബൽ 500 ലിസ്റ്റിലെത്തിയ ഇന്ത്യൻ കമ്പനിയാണ് റിലയൻസ് എന്നതും ഓർത്തു വെക്കണം. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ QR കോഡ് അധിഷ്ഠിതമായ നാണയ മെഷീൻ, QR കോഡ് ബേസ്ഡ് ആയിട്ടുള്ള കോയിൻ മെഷീൻ സ്ഥാപിച്ച ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. കോഴിക്കോട് പുതിയറയാണ് ഇതുള്ളത്. കോഴിക്കോട് പുതിയറയാണ് ഇത് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ QR കോഡ് ബേസ്ഡ് കോയിൻ മെഷീൻ അത് ഫെഡറൽ ബാങ്ക് ആണ് സ്ഥാപിച്ചത്. കോഴിക്കോട് പുതിയറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു മെഷീൻ സ്ഥാപിക്കപ്പെട്ടത്. QR കോഡ് ബേസ്ഡ് ആണ് എന്നതാണ് അതിന്റെ പ്രത്യേകത. ഇനി വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വർണ്ണ ശേഖരത്തിൽ 2024 അവസാന പാദത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 8ആണ്. 1ാം സ്ഥാനത്ത് അമേരിക്കയാണ്. വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ ഭാഗമായി സ്വർണ്ണ ശേഖരത്തിൽ ഇപ്പൊ നമ്മൾ പറയില്ലേ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണം വാങ്ങി വയ്ക്കുക അല്ലെങ്കിൽ സ്ഥലം വാങ്ങിച്ചിടുക എന്നൊക്കെ പറയാറുണ്ട്, പൈസ ഉള്ളവർക്കാണ്. വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 4ആണ്. 1ാം സ്ഥാനത്തും അവിടെയും ചൈനയാണ് 1ാം സ്ഥാനം. വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനം. 1ാം സ്ഥാനം ആർക്കാണെന്ന് ചോദിച്ചാൽ 1ാം സ്ഥാനം ചൈനയ്ക്കാണ്. ഇനി ലോക വ്യാപാര സംഘടന പുറത്തുവിട്ട 2023 കണക്കുകൾ പ്രകാരം ആഗോള കാർഷിക കയറ്റുമതിയിൽ ഇന്ത്യയുടെ റാങ്ക് 8. ശ്രദ്ധിക്കണം. ലോക വ്യാപാര സംഘടന പുറത്തുവിട്ട 2023 കണക്കുകൾ പ്രകാരം ആഗോള കാർഷിക കയറ്റുമതിയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 8. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നൽകാനുള്ള ഏത് പദ്ധതിക്കാണ് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര മന്ത്രിസഭ തുടർച്ചാനുമതി നൽകിയത്? ഉത്തരം PM ആശ പദ്ധതി. PM ആശ പദ്ധതിക്കാണ് തുടർച്ചാനുമതി നൽകിയത്. സംസ്ഥാനത്തെ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും മിനിമം താങ്ങുവില, അത് അടിപൊളിയാണ്. അപ്പം സംസ്ഥാനത്തെ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും മിനിമം താങ്ങുവില പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനം ഹരിയാന സംസ്ഥാനമാണ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു തവണ കൂടി നമ്മൾ പറയുകയാണ്. ലോക വ്യാപാര സംഘടന പുറത്തുവിട്ട 2023 കണക്കുകൾ പ്രകാരം ആഗോള കാർഷിക കയറ്റുമതിയിൽ ഇന്ത്യയുടെ റാങ്ക് 8ാം സ്ഥാനം. ആഗോള കാർഷിക കയറ്റുമതി, കൃഷി ചെയ്യുന്ന സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന്റെ ലിസ്റ്റിൽ അതിൽ 8ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിൽ 8ാം സ്ഥാനം. എന്നാൽ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നൽകാനുള്ള ഏത് പദ്ധതിക്കാണ് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര മന്ത്രിസഭ തുടർച്ചാനുമതി നൽകിയത്? PM ആശ എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. ഈ സംസ്ഥാനത്തെ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും മിനിമം താങ്ങുവില പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ ഏതാണ്? ഹരിയാന സംസ്ഥാന സർക്കാരാണ്. ക്ലിയർ ആണ്?
ക്ലിയർ ആണ്. ഇനി അടുത്ത് സ്റ്റാർട്ടപ്പുകളെ എല്ലാം സഹായിക്കാൻ വേണ്ടി 750 കോടി രൂപയുടെ അഗ്രി ഷുഗർ ഫണ്ട് ആരംഭിച്ച സ്ഥാപനമാണ് നബാർഡ്. നമ്മൾ ഈ ഇടയ്ക്ക് ഒരു ഷോർട്സ് ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ടപ്പുകളെയൊക്കെ സഹായിക്കാൻ വേണ്ടി 750 കോടി രൂപയുടെ അഗ്രി ഷുഗർ ഫണ്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി, ആ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്ത സ്ഥാപനത്തിന്റെ പേരാണ് നബാർഡ്. നബാർഡ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, അറിയാം. അന്താരാഷ്ട്ര തലത്തിൽ, ഇന്റർനാഷണൽ തലത്തിൽ വേഗത്തിൽ പണം അയക്കാൻ കഴിയുന്ന ഏത് സംരംഭത്തിലാണ് നമ്മുടെ ഭാരതീയ റിസർവ് ബാങ്കും ചേർന്നത്? ഉത്തരം പ്രോജക്റ്റ് നെക്സിലാണ് ചേർന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വേഗത്തിൽ പണം അയക്കാൻ കഴിയുന്ന ഏത് സംരംഭത്തിലാണ് റിസർവ് ബാങ്ക് ചേർന്നത്? പ്രോജക്റ്റ് നെക്സിലാണ്. എയർ ഇന്ത്യയുമായി 2024 ലയിച്ച ഏവിയേഷൻ കമ്പനി ഏതാണ്? വിസ്രതാര. അപ്പോ എയർ ഇന്ത്യയുമായി 2024 ലയിച്ച ഏവിയേഷൻ കമ്പനിയുടെ പേരാണ് വിസ്രതാര എന്ന്. വിസ്രതാര പഠിക്കണം, വിസ്രതാര. ഇനി പുതിയ വിമാന കമ്പനിയുടെ പേരാണ് ശംഖ് എയർ. ഇത് ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണ് ഈ ശംഖ് എയർ? ഉത്തർപ്രദേശ്. പുതിയ വിമാന കമ്പനിയുടെ പേരാണ് ശംഖ് എയർ. ഈ ശംഖ് എയർ ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണ്? ഉത്തരം ഉത്തർപ്രദേശ്. 2024 ബ്രിക്സ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗമായ രാജ്യമാണ് അൾജീരിയ. അപ്പോൾ 2024 ബ്രിക്സ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗമായ രാജ്യത്തിന്റെ പേരാണ് അൾജീരിയ. ശംഖ് എയർ ഉത്തർപ്രദേശ്. 2024 ബ്രിക്സ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗമായ രാജ്യമാണ് അൾജീരിയ. അമേരിക്കയിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ 2024 വർഷത്തിലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പഠിക്കണം. US-ലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ 2024 വർഷത്തിലെ ഏറ്റവും മികച്ച ബാങ്കായി. അപ്പോൾ അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ശംഖ് എയർ എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. 2024 ബ്രിക്സ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗമായ രാജ്യം ഏതാണ്? അൾജീരിയയാണ്. US-ലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ 2024 വർഷത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുത്തത് ഏതാണ്? SBI ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇനി എന്താണ് CPPS? എന്താണ്? സെൻട്രലൈസ്ഡ് പെൻഷൻ പേയ്മെന്റ് സിസ്റ്റത്തിന്റെ പേരാണ് CPPS. ഇന്ത്യയിലെ ഏതെങ്കിലും ബാങ്ക് അല്ലെങ്കിൽ ബ്രാഞ്ച് വഴി പെൻഷൻ പേയ്മെന്റ് അനുവദിക്കുന്ന ഏകീകൃത സംവിധാനത്തിന്റെ പേരാണ് CPPS. പഠിക്കണേടാ. CPPS എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് പെൻഷൻ പേയ്മെന്റ് സിസ്റ്റം ആണ്. ഇന്ത്യയിലെ ഏതെങ്കിലും ബാങ്ക് അല്ലെങ്കിൽ അതിന്റെ ബ്രാഞ്ച് വഴി പെൻഷൻ പേയ്മെന്റ് അനുവദിക്കുന്ന ഒരു ഏകീകൃത സംവിധാനത്തിന്റെ പേരാണ് CPPS. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം അസംഘടിത മേഖലയിൽ തൊഴിലാളികളുടെ ദിവസക്കൂലിയിൽ സംഘടിതമല്ലാത്ത അസംഘടിത മേഖലയിൽ തൊഴിലാളികളുടെ ദിവസക്കൂലിയിൽ ഏറ്റവും കൂടുതൽ ദിവസക്കൂലി നൽകുന്നത് മുന്നിൽ നിൽക്കുന്നത് കേരളമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം അസംഘടിത മേഖലയിൽ തൊഴിലാളികളുടെ ദിവസക്കൂലിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് കേരളമാണ്. ഓക്കെ, എന്താണ് MSP എന്ന് പറഞ്ഞാൽ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്നാണ്. മിനിമം സപ്പോർട്ട് പ്രൈസിനെയാണ് നമ്മൾ MSP എന്ന് പറയുക. മിനിമം സപ്പോർട്ട് പ്രൈസിനെയാണ് MSP. ആമസോണിന്റെ പുതിയ ജനറേറ്റീവ് AI മോഡലിന്റെ പേരാണ് ഒളിമ്പസ്. അപ്പൊ എന്താണ് ഒളിമ്പസ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ആമസോണിന്റെ പുതിയ ജനറേറ്റീവ് AI മോഡലിന്റെ പേരാണ് ഒളിമ്പസ്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഗൂഗിളിന്റെ കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനം, നമ്മുടെ ഈ AI സംവിധാനം, AI സംവിധാനത്തിന്റെ അത് വെച്ചിട്ട് ഗൂഗിൾ തന്നെ കാലാവസ്ഥ പറയും. അതിന്റെ പേരാണ് ഗ്രാഫ്കാസ്റ്റ്. NVIDIAയുടെ പ്രളയ മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ പേരാണ് AI. അത് AI ആണ് കേട്ടോ. AI പ്രളയ മുന്നറിയിപ്പ് സംവിധാനം. ഈ പ്രളയം, വെള്ളപ്പൊക്കം വരുമോ ഇല്ല എന്നൊക്കെ അറിയാനുള്ള സംവിധാനമാണ് ഫോർകാസ്റ്റ് നെറ്റ് എന്ന് പറയുന്നത്. അത് NVIDIAയുടെ AI പ്രളയ മുന്നറിയിപ്പ് സംവിധാനമാണ് ഫോർകാസ്റ്റ് നെറ്റ്. എന്നാൽ AIയുടെ സഹായത്തോടെ ഗൂഗിളിന്റെ കാലാവസ്ഥ മുന്നറിയിപ്പ് സംവിധാനമാണ് ഗ്രാഫ്കാസ്റ്റ്. ഇനി വരുന്ന ഇനി അങ്ങോട്ടുള്ള കാലത്ത് നിങ്ങളെ ഹാജ സാറും മറ്റു സാറന്മാരൊന്നും അല്ല പഠിപ്പിക്കുക, AI ആയിരിക്കും പഠിപ്പിക്കുക അല്ലെ. വിളകളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഇലക്ട്രോണിക് മണ്ണ്. വിളകൾ കണ്ടോ, ഇവിടെ നോക്കിയാണ് ഇത് എന്തുമാത്രം ഡെവലപ്മെന്റ് ആണെന്ന് നോക്ക്. മണ്ണ് തന്നെ ഇലക്ട്രോണിക്സ് മണ്ണ്. അപ്പോൾ വിളകളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഇലക്ട്രോണിക്സ് മണ്ണ് വികസിപ്പിച്ചെടുത്ത രാജ്യമാണ് സ്വീഡൻ. ഇത് ലിങ്കോപിങ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് സ്വീഡനിൽ. ആ ഒരു യൂണിവേഴ്സിറ്റിയാണ് വിളകളുടെ
എന്താ പറയുക, വളർച്ചയ്ക്ക് സഹായിക്കുന്ന, വിളകളിൽ മെച്ചമുണ്ടാക്കാൻ കഴിയുന്ന ഇലക്ട്രോണിക് മണ്ണിനെ ഉൽപ്പാദിപ്പിച്ചെടുത്ത ഒരു യൂണിവേഴ്സിറ്റിയാണ് ലിങ്കോപിങ് യൂണിവേഴ്സിറ്റി. അത് സ്വീഡനിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ മൈക്രോ ആൽഗ ലിക്വിഡ് ട്രീ സ്ഥാപിതമായത് എവിടെയാണ്? നോയിഡയിലാണ്. ഓക്കെ, DS ഗ്രൂപ്പ് ആസ്ഥാനത്ത് ക്ലൈമറ്റ് ടെക് സ്റ്റാർട്ടപ്പായ ലിക്വിഡ് ട്രീയുടെ നേതൃത്വത്തിലാണ് ഇത് സ്ഥാപിച്ചത്. നോയിഡയിലാണ്. കേരളത്തിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഒരു ആപ്പിന്റെ പേരാണ് അതിഥി എന്നാണ് ആപ്പിന്റെ പേര്. അതിഥി. ഓക്കെ, ശ്രദ്ധിക്കണം. കേരളത്തിൽ ജോലി ചെയ്യുന്ന മറ്റു സംസ്ഥാനക്കാരുണ്ട്, ഇതര സംസ്ഥാനക്കാരുണ്ട്. അവരുടെ ക്ഷേമത്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്ന ആപ്പാണ് ഏത്? അതിഥി ആപ്പ് എന്ന് പറയുന്ന ആപ്പ്. ഓക്കെ, ബ്ലൂ സ്കൈ എന്ന സാമൂഹിക മാധ്യമം, ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോം ആരാണ് സ്ഥാപിച്ചത്? ജാക്ക് ഡോർസി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ. ജാക്ക് ഡോർസി എന്നാണ്. അതിന്റെ സിഇഒയുടെ പേരാണ് ജെയ് ഗ്രബൽ. ഇതിന്റെ ആസ്ഥാനമാണ് സീറ്റിൽ, വാഷിംഗ്ടണിലാണ്, അമേരിക്ക. ഓക്കെ, അപ്പോ അതിന്റെ സിഇഒ, അതായത് ബ്ലൂ സ്കൈ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ട്. അതിനെ സൃഷ്ടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ജാക്ക് ഡോർസിയാണ്. അതിന്റെ സിഇഒയുടെ പേരാണ് ജെയ് ഗ്രബൽ. ആസ്ഥാനം സീറ്റിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്, വാഷിംഗ്ടണിലാണ്. ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് ആർട്ടിസ്റ്റ് റോബോട്ട് ഏതാണ്? ഉത്തരം എയ്ഡ. ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് ആർട്ടിസ്റ്റ് റോബോട്ടിന്റെ പേരാണ് എയ്ഡ. ഓക്കെ, ഇത് എയ്ഡ ഇങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ, AIDA. ആദ്യ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നറിയപ്പെടുന്ന അഡലവ് ലെയ്സിന്റെ സ്മരണാർത്ഥമാണ് ഇതിന് ഇങ്ങനെ പേര് കൊടുത്തിരിക്കുന്നത്. എയ്ഡ വരച്ച അലൻ ട്യൂറിങ്ങിന്റെ ചിത്രം, ഓക്കെ, IA ഗോഡ്, ഒരു ഭയങ്കര വിലയ്ക്കാണ് ഇതെന്ത് ചെയ്തത്? ലേലത്തിന് പോയത്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരാം. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് ആർട്ടിസ്റ്റിക് റോബോട്ടിന്റെ പേരാണ് എയ്ഡ. ആ പേര് വരാനുള്ള ഒരു ചരിത്രവും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ IA എൻസൈക്ലോപീഡിയ അത് ഏതാണെന്ന് ചോദിച്ചാൽ AI എൻസൈക്ലോപീഡിയ ആണ് നിർമ്മിത ബുദ്ധി. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ IA എൻസൈക്ലോപീഡിയയുടെ പേരാണ് നിർമ്മിത ബുദ്ധി. രാജ്യത്തെ ആദ്യ ഡയറക്റ്റ് ടു ഡിവൈസ് ഡേറ്റ ലൈറ്റ് ഇന്റർനെറ്റ് സംവിധാനം ആരംഭിച്ചത് BSNL ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ IA ഡേറ്റ ബാങ്ക് ആരംഭിച്ചത് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം. അപ്പോൾ 3 പോയിന്റുകളാണ്. മലയാളത്തിലെ ആദ്യത്തെ IA എൻസൈക്ലോപീഡിയ ഏതാണെന്ന് ചോദിച്ചാൽ നിർമ്മിത ബുദ്ധിയാണ് എന്ന് ഉത്തരം പറയണം. രാജ്യത്തിലെ ആദ്യത്തെ ഡയറക്റ്റ് ടു ഡിവൈസ് ഡേറ്റ ലൈറ്റ് ഇന്റർനെറ്റ് സംവിധാനം ആരംഭിച്ചത് BSNL ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ IA ഡേറ്റ ബാങ്ക് ആരംഭിച്ചത് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. കേന്ദ്ര ജലശക്തി മന്ത്രാലയം പുറത്തിറക്കിയ തത്സമയ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് ആപ്ലിക്കേഷനാണ് ഫ്ലഡ് വാച്ച് ഇന്ത്യ 2.0. ഇന്ത്യയുടെ, അതായത് കേന്ദ്ര ജലശക്തി മന്ത്രാലയം പുറത്തിറക്കിയ തത്സമയ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് ആപ്ലിക്കേഷനാണ് ഫ്ലഡ് വാച്ച് 2.0. ഉപഭോക്താക്കൾക്ക് സുഗമമായി വായ്പ ലഭിക്കാനുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ UPI മാതൃകയിലുള്ള പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ULI, യൂണിഫൈഡ് ലെൻഡിങ് ഇന്റർഫേസ്. ഓക്കെ, സർക്കാർ ഓഫീസുകളിൽ ജോലിയിൽ സഹായിക്കാൻ AI അല്ലെങ്കിൽ IA അതിലൂടെ സൃഷ്ടിച്ചെടുത്ത സോഫ്റ്റ്വെയറിന്റെ ടൂളിന്റെ പേരാണ് ഇത്. കെൽട്രോൺ ആണ് വികസിപ്പിച്ചത്. ഇത് ഡിജി സ്മാർട്ട് ആൻഡ് കെല്ലി. ഓക്കെ, ഇതാണ് പഠിക്കണം. കേന്ദ്ര ജലശക്തി മന്ത്രാലയം പുറത്തിറക്കിയ തത്സമയ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് ആപ്ലിക്കേഷന്റെ പേരാണ് ഫ്ലഡ് വാച്ച് ഇന്ത്യ 2.0. അപ്പോൾ കേന്ദ്ര ജലശക്തി മന്ത്രാലയം പുറത്തിറക്കുന്ന തത്സമയ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് ആപ്ലിക്കേഷന്റെ പേരാണ് ഫ്ലഡ് വാച്ച് 2.0. ഉപഭോക്താക്കൾക്ക് വളരെ സുഗമമായി വായ്പ ലഭിക്കുന്നതിന് RBIയുടെ നേതൃത്വത്തിലുള്ള UPI മാതൃകയിലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ULI, യൂണിഫൈഡ് ലെൻഡിങ് ഇന്റർഫേസ് എന്നാണ്. സർക്കാർ ഓഫീസുകളിൽ ജോലിയിൽ സഹായിക്കാൻ AI സൃഷ്ടിച്ചെടുത്ത ഒരു സോഫ്റ്റ്വെയർ ടൂളാണ് ഇത്. കെൽട്രോൺ വികസിപ്പിച്ചെടുത്തതാണ് ഡിജി സ്മാർട്ട് ആൻഡ് കെല്ലി എന്നാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് വരാം. പമ്പ് ചെയ്യാൻ കഴിയുന്ന
കേരള അഗ്നിരക്ഷാ സേനയുടെ അത്യാധുനികമായ റോബോട്ട് പമ്പിങ് ചെയ്യും. അതിന്റെ പേരാണ് ഫയർ ഫൈറ്റർ. ഫയർ ഫൈറ്റർ എന്താന്ന് ചോദിച്ചാൽ പറയണം, പമ്പ് ചെയ്യാൻ കഴിയുന്ന കേരളത്തിന്റെ അഗ്നിരക്ഷാ സേനയുടെ അത്യാധുനിക റോബോട്ടിന്റെ പേരാണ് ഫയർ ഫൈറ്റർ. NSM നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മെഷീന്റെ കീഴിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടറാണ് പരംരുദ്ര. പരംരുദ്ര എന്താന്ന് ചോദിച്ചാൽ പറയണം, NSM നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മെഷീന്റെ കീഴിൽ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരാണ് രുദ്ര. ഓക്കെ, ഇനി സെബി ഉപഭോക്താക്കൾക്ക് വേണ്ടി അവതരിപ്പിച്ച IA ചാറ്റ് ബോട്ടിന്റെ പേരാണ് സേവ. ശ്രദ്ധിക്കണം, പമ്പ് ചെയ്യാൻ കഴിയുന്ന കേരളത്തിലെ അഗ്നിരക്ഷാ സേനയുടെ റോബോട്ട്, അത്യാധുനിക റോബോട്ടിന്റെ പേരാണ് ഫയർ ഫൈറ്റർ. എന്നാൽ NSMന്റെ കീഴിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരാണ് പരംരുദ്ര. ഇത് രണ്ടും ചോദിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. സെബി ഉപഭോക്താക്കൾക്കായി അവതരിപ്പിച്ച IA ചാറ്റ് ബോട്ടിന്റെ പേരാണ് സേവ. സേവ എന്നാണ് ആ ചാറ്റ് ബോട്ടിന്റെ പേര്. നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ട്, സ്റ്റാർട്ടപ്പുകളുടെ പുതിയ സംരംഭം, നവസംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഭാസ്കർ. എന്താണ് ഭാസ്കർ എന്ന് ചോദിച്ചാൽ, സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഒരു ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഭാസ്കർ. ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷന്റെ 2024 ഗ്ലോബൽ മീഡിയ അവാർഡ് ലഭിച്ച AI അവതാരക അല്ലെങ്കിൽ IA അവതാരികയുടെ പേരാണ് സന. ഓക്കെ, ആജ് തക് വികസിപ്പിച്ചതാണ് ഇത്. സന എന്നാണ് പേര്. ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷന്റെ 2024 ഗ്ലോബൽ മീഡിയ അവാർഡ് ലഭിക്കുന്ന IA അവതാരികയുടെ പേരാണ് സന. റിലയൻസ് അവതരിപ്പിക്കുന്ന സമഗ്ര IA പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ജിയോ ബ്രെയിൻ. എന്താണ്? റിലയൻസ് അവതരിപ്പിക്കുന്ന സമഗ്ര IA പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ജിയോ ബ്രെയിൻ. സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഭാസ്കർ. ഇന്റർനാഷണൽ ന്യൂസ് മീഡിയയുടെ അസോസിയേഷന്റെ 2024 ഗ്ലോബൽ മീഡിയ അവാർഡ് ലഭിച്ച IA അവതാരികയുടെ പേരാണ് സന. എന്നാൽ റിലയൻസ് അവതരിപ്പിക്കുന്ന സമഗ്ര AI പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ജിയോ ബ്രെയിൻ. ജിയോ ബ്രെയിൻ. അടുത്ത പോയിന്റിലേക്ക് വരാം. 2024 സെപ്റ്റംബറിൽ സാമൂഹിക മാധ്യമമായ എക്സിന് നിരോധനം ഏർപ്പെടുത്തിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ബ്രസീൽ. 2024 സെപ്റ്റംബറിൽ സാമൂഹിക മാധ്യമമായ എക്സിന് നിരോധനം ഏർപ്പെടുത്തിയ ലോകരാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ബ്രസീൽ. ബ്രസീൽ ഒരു വലിയ രാജ്യമാണ്, നമുക്കറിയാം. ഗൂഗിളിന്റെ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സെന്റർ നിലവിൽ വരുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, ഹൈദരാബാദ്. ഗൂഗിളിന്റെ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സെന്റർ നിലവിൽ വരുന്നത് ഹൈദരാബാദ്. ഇന്ത്യയുടെ വിദൂര കോണുകളിലേക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എത്തിക്കുന്നതിന് വേണ്ടി NCERT-യുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് ഗൂഗിളാണ്. നമ്മുടെ NCERT പുസ്തകങ്ങളൊക്കെ പുറത്തിറക്കുന്നത് NCERT. ഓക്കെ, ഇന്ത്യയുടെ വിദൂര കോണുകളിലേക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എത്തിക്കാൻ വേണ്ടിയിട്ട് NCERT-യുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ ഗൂഗിളാണ്. ഓക്കെ, അടുത്തത് ഗൂഗിൾ അവതരിപ്പിച്ച പുതിയ അത്യാധുനികമായ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പിന്റെ പേരാണ് വില്ലോ. ആമസോൺ ആണ് വികസിപ്പിച്ചെടുക്കുന്നത്. ഗൂഗിൾ വികസിപ്പിച്ചെന്ന് പറയാൻ പറ്റില്ല. ഗൂഗിൾ അവതരിപ്പിച്ച ഏറ്റവും ആധുനികമായ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പിന്റെ പേരാണ് വില്ലോ. ആമസോൺ ആണ് ഇത് വികസിപ്പിച്ചത്. ഓസിലോട്ട് മൈക്രോസോഫ്റ്റിൻ്റെതാണ്. ഇങ്ങനെയാണ് മജോറാന ഒന്നാണ് കേട്ടോ. ഓപ്പൺ IA വികസിപ്പിച്ച ടെക്സ്റ്റ് ടു വീഡിയോ മോഡലാണ് സോറ. ഓപ്പൺ IA വികസിപ്പിച്ച ടെക്സ്റ്റ് ടു വീഡിയോ മോഡലിന്റെ പേരാണ് സോറ. ഓക്കെ, ടെക്സ്റ്റ് ടു വീഡിയോ മോഡലിന്റെ പേരാണ് സോറ. IA പവേർഡ് ഹ്യൂമൻ വാഷിംഗ് മെഷീൻ. IAയുടെ നിയന്ത്രണത്തിലുള്ള ഹ്യൂമൻ വാഷിംഗ് മെഷീൻ അവതരിപ്പിച്ചത് ജപ്പാനാണ്. സയൻസ്കോ എന്നാണ് എൻ്റെ പേര് കേട്ടോ. സയൻസ്കോ എന്നാണ് കമ്പനി. ഓക്കെ, അപ്പൊ ജപ്പാനാണ്. അപ്പൊ അങ്ങനെ പലതും നമുക്ക് ഇനി AI-യുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും എന്നാണ്. അപ്പോൾ ചൈന പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ റോബോട്ടിന്റെ പേരാണ് Star 1.
ചൈന പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ റോബോട്ടിന്റെ പേരാണ് സ്റ്റാർ 1. സംസ്ഥാനത്ത് ആദ്യമായി ഗവൺമെന്റ് LPS പുനലൂരിൽ അവതരിപ്പിച്ച 4 ഭാഷകളിൽ സംസാരിക്കാൻ കഴിയുന്ന AI അധ്യാപികയുടെ പേരാണ് നോവ. ചൈന പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ റോബോട്ടിന്റെ പേരാണ് സ്റ്റാർ 1. സംസ്ഥാനത്ത് ആദ്യമായി ഗവൺമെന്റ് LPS പുനലൂരിൽ അവതരിപ്പിച്ച ഗവൺമെന്റ് LPS പുനലൂർ എന്ന് പറയുന്ന സ്കൂളിൽ അവതരിപ്പിക്കപ്പെട്ട 4 ഭാഷകളിൽ സംസാരിക്കുന്ന IA അധ്യാപികയുടെ പേരാണ് നോവ. ഇത് നോക്കൂ, IBMന്റെ ജെൻ IA ഇന്നോവേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൽ എവിടെ വെച്ചാണ്? ഉത്തരം കൊച്ചിയിലെ ഇൻഫോ പാർക്കിൽ വെച്ചാണ് IBMന്റെ ജെൻ IA ഇന്നോവേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൽ എവിടെ വെച്ചാണ്? കൊച്ചിയിൽ വെച്ചാണ്. കൊച്ചി ഇൻഫോ പാർക്കിൽ വെച്ചിട്ടാണ്. ഇനി ജമ്മു കാശ്മീർ അതിർത്തി ഗ്രാമങ്ങളിൽ മൊബൈൽ സേവനങ്ങൾ നൽകുന്ന ആദ്യത്തെ ടെലികോം കമ്പനിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ എയർടെൽ ആണ്. ജമ്മു കാശ്മീർ അതിർത്തിയിൽ അവിടെയുള്ള ഗ്രാമങ്ങളിൽ മൊബൈൽ സേവനങ്ങൾ നൽകുന്ന ആദ്യത്തെ സ്വകാര്യ ടെലിഫോൺ കമ്പനിയുടെ പേരാണ് എയർടെൽ. നല്ല ചോദ്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എക്സ്ക്ലൂസീവ് കറണ്ട് അഫയർ എന്ന് പറഞ്ഞാൽ അവസാന നിമിഷം നമ്മൾ പഠിച്ചു പോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. ഇത് അറിഞ്ഞുകൂടാതെ കറണ്ട് അഫയർ സെഷൻ തൊടാൻ പോകരുതെന്ന. അവിടെ നമുക്ക് ഈ ചോദ്യങ്ങളെ പ്രതീക്ഷിക്കാം. ഏറ്റവും കൂടുതൽ ചോദ്യ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഏറ്റവും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ മിസ് IA സൗന്ദര്യ മത്സര വിജയുടെ പേരാണ് കെൻസ ലെയ്ലി, മൊറോക്കോക്കാരിയാണ്. ആദ്യത്തെ മിസ് IA, അവിടെ മിസ് IA, അവിടെ അവർക്ക് മത്സരം വന്നു കേട്ടോ. അപ്പോൾ സൗന്ദര്യ മത്സര വിജയിയാണ് കെൻസ ലെയ്ലി, മൊറോക്കോ. ലോകത്ത് ആദ്യമായി ബയോമെട്രിക് സ്മാർട്ട് ട്രാവൽ നടപ്പിലാക്കിയ അന്താരാഷ്ട്ര വിമാനത്താവളം. ലോകത്തിൽ ആദ്യമായി ബയോമെട്രിക് സ്മാർട്ട് ട്രാവൽ നടപ്പിലാക്കിയ വിമാനത്താവളമാണ് അബുദാബി സയ്യിദ് അന്താരാഷ്ട്ര വിമാനത്താവളം. ലോകത്ത് ആദ്യമായി ബയോമെട്രിക് സ്മാർട്ട് ട്രാവൽ നടപ്പിലാക്കുന്ന അന്താരാഷ്ട്ര വിമാനത്താവളമാണ് അബുദാബി സയ്യിദ് ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഏറെ പ്രധാനപ്പെട്ട ഏകദേശം ഒരു 100ഓളം ഫാക്റ്റുകൾ നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം തന്നെ പ്രതീക്ഷിക്കാം. എല്ലാവരും നല്ല രീതിയിൽ വരാനിരിക്കുന്ന പരീക്ഷകൾ എഴുതണം. 24-നും 21-നും ഒക്കെ നടക്കുന്ന പരീക്ഷകൾ ഗംഭീരമായി എഴുതണം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയ ഉദ്യോഗാർത്ഥികൾ, ഇത്തവണ ഒരു ജോലി നേടി നമുക്ക് ഈ പരീക്ഷ എഴുതുന്ന പരിപാടിയൊക്കെ നമ്മൾ അവസാനിപ്പിക്കണം. അതിനൊക്കെ അവസാനിപ്പിക്കേണ്ട സമയമായി. അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടണം. ഓക്കെ, ഹാജാസ് ക്ലാസ്സസിലെ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് അതിന് ഏറ്റവും നല്ല ഒരു അടിത്തറയും അതിന് മാർഗദർശനവും ഒക്കെ നൽകുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.